ഈ കുരങ്ങനെ പിടിക്കാൻ പണ്ട് ചെയ്യുന്നൊരു പണിയുണ്ട്. ഈ കുടത്തിനകത്ത് എന്തെങ്കിലും വെക്കും, കുരങ്ങിന് വേണ്ട ചില കാര്യങ്ങൾ വെക്കും. ഒന്നുകിൽ കൈയിടും, കൈ ഇങ്ങനെ മുറുക്കി പിടിക്കും. കുടത്തിൻ്റെ വാവട്ടം വളരെ ചെറുതാണ്, ഇത് ഊരി പോരാനൊക്കില്ല, കൈ വിടില്ല. അപ്പോൾ കൈ മുറുക്കി പിടിച്ചത് കൊണ്ട് കുടവും കൊണ്ട് കുരങ്ങൻ നടക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ കഴുത്തുള്ള കുടമാണെങ്കിൽ കുരങ്ങനങ്ങ് തലയിടും. ഈ തലയും കൊണ്ട് നടക്കും. യഥാർത്ഥത്തിൽ ഇറാൻ്റെ എണ്ണ സമ്പത്ത് കണ്ടുകൊണ്ട് അമേരിക്ക ആ ശർക്കരക്കുടത്തിലല്ലേ കൈയിട്ടിരിക്കുന്നത്. ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ, നമ്മൾ പരമ്പരാഗതമായിട്ട് പറയും ശർക്കരക്കുടത്തിൽ കൈയിട്ടാൽ ആരും ഒന്ന് നക്കിപ്പോകും, കൈവിരലുകളിൽ പറ്റിയിരിക്കുന്ന ശർക്കര നക്കും. ആർത്ഥത്തിലല്ല, അത് ചെയ്തോട്ടെ, അമേരിക്ക അത് ചെയ്യും, എക്കാലത്തും ചെയ്തിരുന്നു, ചെയ്തോട്ടെ. പക്ഷേ കുടവും കൊണ്ട് പോകാനാവാത്ത വലിപ്പമുള്ള കുടത്തിലാണ് അമേരിക്ക തല ഇട്ടിരിക്കുന്നത്. ഇസ്രയേൽ തല ഇടിപ്പിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ സംസാരം. അതുകൊണ്ടാണ് അമേരിക്കയിൽ വൻപൻ പ്രക്ഷോഭങ്ങൾ അരങ്ങേറുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാണ് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെ ഒരു 15ഓളം നഗരങ്ങളിൽ നോ കിങ് എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് രാജാക്കന്മാരെ ആവശ്യമില്ല. ട്രംപ് രാജാവിനെ പോലാണ് പെരുമാറുന്നത്. തങ്ങൾ പ്രജകളല്ല, തങ്ങൾ പൗരന്മാരാണ്, തങ്ങളാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു. അതും അമേരിക്കക്കാരുടെ അല്ല, മറിച്ച് മറ്റൊരു രാജ്യത്തിൻ്റെ താല്പര്യപ്രകാരം. അവർക്ക് അമേരിക്കയിൽ ലോബി ഉണ്ടില്ലെന്ന് പറയുന്നില്ല, ജൂത ലോബി അമേരിക്കയിൽ പ്രബലമാണ്. അവരുടെ സ്വാധീനമനുസരിച്ച് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറയുന്ന അമേരിക്കക്കാരുടെ എണ്ണം കൂടി വരുന്നു. അങ്ങനെ ചിന്തിക്കുന്ന ഒരു അമേരിക്കക്കാരനാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ്. മാഗ ക്യാമ്പിലെ വേറിട്ട വ്യക്തിത്വമാണ് JD വാൻസ്. JD വാൻസിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ പല പാർട്ടികൾ മാറിക്കയറി. ആദ്യം ട്രംപ് വിരുദ്ധനായിരുന്ന ഒരാൾ പിന്നീട് ട്രംപിൻ്റെ ബാൻഡ് വാഗണിൽ വന്നു. അദ്ദേഹം ഒരു സ്റ്റെബിലൈസിങ് ഫോഴ്സാണ്. ട്രംപ് പല പ്രേരണകളാലും ഒരുപക്ഷെ മാഗ ക്യാമ്പിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടും. അമേരിക്കയെ ഗ്രേറ്റ് ആക്കണമെന്നതിൽ അമേരിക്കക്കാർക്ക് യാതൊരു, ഇന്ത്യക്കാർക്ക് അതേക്കുറിച്ച് അഭിപ്രായമില്ല. ഇന്ത്യ പറയുന്നു മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, മീഗ അല്ലേ, അതല്ലേ നരേന്ദ്രമോദി പറയുന്നത്. അപ്പം അമേരിക്കയെ ഗ്രേറ്റ് ആക്കണമെന്ന് പറയാൻ ഒക്കുമല്ലോ. പക്ഷെ ഗ്രേറ്റ് ആക്കുന്നത് എങ്ങനെയാണ്? മറ്റ് രാജ്യങ്ങളിൽ കൂടുതൽ പണം ചെലവഴിക്കാതെ, അന്യരുടെ യുദ്ധത്തിൽ വെറുതെ പങ്കെടുക്കാതെ, അമേരിക്ക സ്വന്തം കാര്യം മാത്രം നോക്കി പോകണം. അപ്പോൾ വെനിസ്വേലയുടെ കാര്യം എന്താണ്? വെനിസ്വേല അമേരിക്കയുടെ ഒരു ബാക്ക് യാർഡിൽ കിടക്കുന്ന രാജ്യമാണ്. അവിടെ കാര്യമായ വിയർപ്പൊഴുക്കാതെ തന്ത്രപരമായ സമീപനത്തിലൂടെ അമേരിക്കയ്ക്ക് നിർണായക നേട്ടം കൊയ്യാൻ സാധിച്ചു. അതിൻ്റെ ന്യായം പറഞ്ഞാൽ വെനിസ്വേല എന്ന പരമാധികാര രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി തടവിലാക്കി വിചാരണ ചെയ്യുന്നതിൽ യാതൊരു ന്യായവുമില്ല. പക്ഷേ അമേരിക്കൻ ജനത കാര്യമായി പ്രതികരിച്ചില്ല. ഇപ്പോൾ ഇതാ ക്യൂബയ്ക്കെതിരെ തിരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ക്യൂബ വെനിസ്വേലയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്ത് ജീവിച്ച രാജ്യമാണ് ക്യൂബ. ക്യൂബയിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് വെനിസ്വേലയുടെ നിർലോഭമായ സപ്പോർട്ട് കൊണ്ടാണ്. വെനിസ്വേല പോയി കഴിഞ്ഞപ്പോൾ ക്യൂബയ്ക്ക് ഒരു തുള്ളി എണ്ണ കിട്ടാതെയായി. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തെ കേവലം 4 മണിക്കൂർ മാത്രമാണ് ക്യൂബയിൽ ഇലക്ട്രിസിറ്റി. ക്യൂബ ഇരുട്ടിലാണ്. അക്ഷരാർത്ഥത്തിൽ അവിടുത്തെ ഇൻഡസ്ട്രി തകർന്നിരിക്കുന്നു. അവിടെ വലിയ രീതിയിലുള്ള പണപ്പെരുപ്പം ഉണ്ടായിരിക്കുന്നു. ദാരിദ്ര്യം ആയിക്കഴിഞ്ഞു. ഇപ്പോൾ എണ്ണ സപ്ലൈയുമായി റഷ്യൻ ഓയിൽ കപ്പൽ ഒരെണ്ണം ഇറാനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഓയിൽ ടാങ്കർ ക്യൂബയിലേക്ക് തിരിച്ചിരിക്കുന്നു. ക്യൂബയ്ക്ക് നേരെ അമേരിക്ക അപ്രഖ്യാപിത ഒരു ഉപരോധമുണ്ട്. മെക്സിക്കോയിൽ നിന്ന് വരെ ക്യൂബയിലേക്ക് എണ്ണ കൊണ്ടുപോകരുത് എന്ന് ശാസന കൊടുത്തിരിക്കുകയാണ് ട്രംപ്. മെക്സിക്കോ പേടിച്ചതനുസരിച്ചിരിക്കുകയാണ്. റഷ്യക്ക് പേടിക്കാനില്ലല്ലോ. വ്ളാഡിമിർ പുടിൻ തൻ്റെ സേനകളെ അകമ്പടി വിട്ടുകൊണ്ട്, തങ്ങളുടെ നാവികസേനയെ കപ്പലുകൾ അകമ്പടി വിട്ടുകൊണ്ട് അറ്റ്ലാന്റിക്കിന് കുറുകെ ആ കപ്പൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യൂബയിൽ പണ്ട് ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഉണ്ടായല്ലോ 60കളുടെ ആദ്യം. ആ ക്യൂബൻ മിസൈൽ ക്രൈസിസിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഒരു റെസിസ്റ്റൻസ് അവിടെ വരുന്നു. ധൈര്യപൂർവ്വം ക്യൂബയിലേക്ക് റഷ്യൻ എണ്ണ എത്തുകയാണ്. ഇനിയും വന്നേക്കാം കപ്പലുകൾ. ഇത് അമേരിക്ക തടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ വേറൊരു യുദ്ധ മുഖം കൂടി തുടരും. ഇതൊക്കെ അമേരിക്കൻ ജനത സാകൂതം നോക്കുന്നു. യുദ്ധം അമേരിക്കയുടെ ഡോർ സ്റ്റെപ്പിലേക്ക്, ക്യൂബയിലേക്കോ വെനസ്വേലയിലേക്കോ മെക്സിക്കോയിലേക്കോ കടന്നു വരാൻ അമേരിക്കൻ ജനത ഒരു കാലത്തും ആഗ്രഹിക്കില്ല. ഇത് അങ്ങ് അകലെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് നടക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന് ഇൻ്റർനാഷണൽ റാമിഫിക്കേഷൻ ഉണ്ടാകും. ഒരിടത്ത് യുദ്ധം മുറുകുമ്പോൾ മറുപക്ഷത്ത് വേറൊരു മുന്നണി അപ്രതീക്ഷിതമായി തുറക്കാൻ
പലപ്പോഴും സാധിക്കും. അങ്ങനെയൊക്കെയാണ് ലോകമഹായുദ്ധങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായത്. 1-2 ലോകമഹായുദ്ധം ഉണ്ടായതിൻ്റെ കാരണം ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് കൈവിട്ട് പോകരുത് എന്ന ചിന്ത മാഗ ക്യാമ്പിൽ JD വാൻസിനുണ്ട്. അതാണ് ഒരു ബ്രീഫിംഗ് എന്ന നിലയിൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ JD വാൻസ് വിളിച്ച് തലങ്ങും വിലങ്ങും ഫയർ ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. പിന്നെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്താണ് കൃത്യമായി അവർ തമ്മിൽ സംസാരിച്ചതെന്ന് അറിയില്ല എങ്കിലും മാഗ ക്യാമ്പിനുള്ളിൽ വേറിട്ട സ്വരമുണ്ട്. ട്രംപിൻ്റെ സ്വരം മാത്രമല്ല, അമേരിക്കൻ ജനതയുടെ 61% ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നവരല്ല. ട്രംപിൻ്റെ പിന്തുണ നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു. 39% പേരേ ഉള്ളൂ യുദ്ധം ന്യായമെന്നും യുദ്ധം തുടരുന്നതിൽ കുഴപ്പമില്ല എന്നും ചിന്തിക്കുന്നത്. ആ എണ്ണം ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുമ്പോൾ ട്രംപിന് മുന്നോട്ട് പോകാനാവാതെ വരുന്നു. അമേരിക്കയിൽ പൊതുതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്നു. ഒരു വശത്തെ പ്രക്ഷോഭങ്ങൾ ഇല്ല, എത്രയോ ലക്ഷങ്ങളാണ്. ഈ 95 ലക്ഷത്തോളം പേരാണ്, അത് 1 കോടിയോളം പേർ. അമേരിക്കയിൽ 35-36 കോടി ആളുകളാണുള്ളത്. അതിൽ 1 കോടിയോളം പേർ വിവിധ സ്ഥലങ്ങളിൽ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. 35 പേരിൽ ഒരാൾ വീതം തെരുവിലിറങ്ങി അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്നു. അതിനെ പൊതുജന അഭിപ്രായം എന്നാണ് പറയുക. മറ്റുള്ളവർക്ക് അഭിപ്രായമില്ലെന്നല്ല, അവർ തെരുവിലിറങ്ങുന്നില്ല, അവർ അഭിപ്രായ രൂപീകരണം നടത്തുന്നു. അതുകൊണ്ട് അത്ര എളുപ്പമല്ല അമേരിക്കൻ ജനതയുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ട്രംപിനും ഇസ്രായേലിനും ചേർന്നുകൊണ്ട് ഏകപക്ഷീയമായി ദീർഘകാലത്തേക്ക് യുദ്ധത്തിലേർപ്പെടാൻ തയ്യാറാവില്ല എന്ന ശുഭസൂചനയുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ വീണ്ടും പറയുന്നു, അമേരിക്കയെ തിരുത്താൻ അമേരിക്കൻ ജനതയ്ക്കേ കഴിയൂ. അമേരിക്കൻ ഭരണകൂടത്തെ തിരുത്താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അബദ്ധം കാട്ടിയിട്ടുണ്ടെങ്കിൽ, വങ്കത്വം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താൻ കഴിയുന്നത് അമേരിക്കൻ ജനതയ്ക്കാണ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഡെമോക്രസി ആൻഡ് അമേരിക്ക ഈസ് ദി ക്വാളിറ്റേറ്റീവ്ലി നമ്പർ 1 ഡെമോക്രസി ക്വാളിറ്റേറ്റീവ്ലി. അത് അവരുടെ ക്ലെയിമാണ്. ക്വാണ്ടിറ്റേറ്റീവ്ലി ഇന്ത്യയാണ്, ക്വാളിറ്റേറ്റീവ്ലി അമേരിക്കയാണെന്നാണ് ക്ലെയിം. ക്വാണ്ടിറ്റേറ്റീവ്ലി ഇന്ത്യയാണെന്ന് പറയുമ്പോഴും അതിൻ്റെ നിലവാരത്തെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാകാം. ക്വാളിറ്റേറ്റീവ്ലി അമേരിക്കയാണെന്ന് പറയുമ്പോഴും അമേരിക്ക ലോകത്താകമാനം ചെയ്ത് കൂട്ടുന്നത് ജനാധിപത്യത്തിന് നിരക്കുന്നതാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അത് ലോക സമാധാനം നിരക്കുന്നതല്ല. പക്ഷേ ആഭ്യന്തരമായി അമേരിക്കൻ ജനതയുടെ അഭിപ്രായങ്ങൾ വിൽ ബി ഹേർഡ് ലൗഡ് ആൻഡ് ക്ലിയർ. അതുകൊണ്ട് അമേരിക്കൻ ജനതയ്ക്ക് അമേരിക്കയെ തിരുത്താൻ കഴിയും. ഇസ്രായേൽ പരിധി വിട്ട് പോകുന്നുണ്ടെങ്കിൽ അരുത് എന്ന് പറയാൻ ജൂയിഷ് ലോബിയുടെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് കഴിയും. ഒരുപക്ഷെ നവംബറിൽ ആ ജനത സംസാരിക്കും. ആ പേടി ട്രംപിനുണ്ട്. നവംബറിൽ സെനറ്റിലേക്കും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്കും ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എല്ലാ കണ്ണുകളും നവംബറിലേക്കാണ്. അതിനു മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിച്ച് പ്രോഗ്രസ് കാർഡിൽ തൻ്റെ വിജയം രേഖപ്പെടുത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നു. വിജയം ഉണ്ടാകില്ല എന്ന് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തി കരയ്ക്ക് കയറാൻ ട്രംപ് തയ്യാറാവും. കാരണം അത്രയ്ക്ക് പ്രഷേഴ്സ് അമേരിക്കയ്ക്കുള്ളിൽ ഉണ്ട്.